നമസ്കാരം. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് പിന്നിൽ വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി. വലിയ രീതിയിലേക്ക് തന്നെ ഈ ക്യാമ്പയിൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. വിനോദ ധാരണ ഏകദേശം ഒന്ന് പറയാമോ? പാലക്കാട് UDFന്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെയാണ് പാലക്കാട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു UDF സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട റോള് വഹിച്ചത് മുസ്ലിം ലീഗ് ആണെന്നും നമുക്ക് വിലയിരുത്തുന്നതിൽ തെറ്റില്ല. കോൺഗ്രസിന്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വരികയും സരിൻ പോവുകയും ഒക്കെ ചെയ്തോട് കൂടിയിട്ട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവിടെ സെറ്റിലായി. പിന്നീട് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഷാഫിയുടെ നേതൃത്വത്തിലും ശ്രീകണ്ഠന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു മൂവാണ് നമുക്ക് പിന്നെ അവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ലീഗിന്റെ സപ്പോർട്ട് കാലാകാലങ്ങളിൽ UDFന് കിട്ടുന്നതാണെങ്കിലും ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടായത് സന്ദീപ് വാര്യർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നു. ആരാ സന്ദീപ് വാര്യർ? സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നല്ല നാവിന്റെ ഉടമയാണ്. അതിശക്തമായിട്ട് RSSന് വേണ്ടി, BJPക്ക് വേണ്ടി, യുവമോർച്ചയ്ക്ക് വേണ്ടിയൊക്കെ അതിശക്തമായി വർഗീയത തന്നെ പറയുന്ന തരത്തിലൊക്കെ സംസാരിക്കുന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. പക്ഷേ സന്ദീപ് വാര്യർ ഒരൊറ്റ ദിവസം കൊണ്ട് അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, കോൺഗ്രസിലേക്ക് ഞാൻ വരുന്നു, അതിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരുന്നു, അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാം റദ്ദ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോഴും അത് പൂർണ്ണമായും ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യം എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ UDFന് വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക ദൂരീകരിക്കപ്പെട്ടത്, അത് പരിഹരിക്കപ്പെട്ടത് പാണക്കാട് തങ്ങളുടെ ഇടപെടൽ, വളരെ സമർത്ഥമായ നിലയിലുള്ള ഇടപെടൽ. തങ്ങളെ പോയി കാണുന്നു, അതുമായി ബന്ധപ്പെട്ട് ലീഗ് അതിവേഗത്തിൽ തീരുമാനമെടുക്കുന്നു, അതിശക്തമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നു, ആ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു. സന്ദീപ് വാര്യരെ ചേർത്ത് പിടിക്കുന്നതിന് യാതൊരു മടിയുമില്ല എന്ന് പറയുന്നു. KM ഷാജിയെ പോലുള്ള ആ ദിവസങ്ങൾ നടന്ന പൊതുയോഗം ഞാൻ ഓർക്കുകയാണ്. ആ പൊതുയോഗത്തിൽ പോലും അദ്ദേഹം പറയുന്നത് ഉമർ ഖത്താബിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ സരിനെ സന്ദീപ് വാര്യരെ ചേർത്ത് നിർത്തുന്നതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ലീഗിന്റെ ഭാഗത്ത് നിന്ന് കൺഫ്യൂഷൻ ഉണ്ടാകുമോ, മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ അസ്ഥാനത്താക്കിയതിന് പിന്നിൽ ബ്ലോക്കായി മുസ്ലിം കമ്മ്യൂണിറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ അണിനിരക്കുന്നതിന് ആ ഒരു നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറെ 2 പത്രങ്ങളിലാണ് LDF പരസ്യം കൊടുത്തത്. ഒന്ന് സമസ്തയുടെ പത്രമായിട്ടുള്ള സുപ്രഭാതം, മറ്റൊന്ന് AP സുന്നിയുടെ പത്രമായിട്ടുള്ള സിറാജ്. ഈ 2 പത്രങ്ങളിൽ മാത്രമാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ പിന്നെ പ്രചാരണം നടത്തുമ്പോൾ പരസ്യം നൽകുന്ന സമയത്ത് മുഖ്യധാര പത്രങ്ങളിലൊക്കെ കൊടുക്കുമല്ലോ. പക്ഷേ ഇത് വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് ഈ 2 പത്രങ്ങളിൽ മാത്രം കൊടുക്കുകയും അങ്ങനെ ഒരു ശ്രമം നടത്തിയത് വടകരയിലെ നേരത്തെ ഈ എന്താ പറയുക, കാഫിർ പ്രയോഗം പോലെ ഒരു പ്രയോഗമായിട്ട് തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷത്തിന് മാറുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിനും ലീഗ് കൊടുത്ത കട്ടക്കുള്ള സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സഹായകരമായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു സുഹൃത്ത് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ കച്ചവടം ചെയ്യുന്ന യാസർ എന്നുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം എന്നോട് പങ്കുവെച്ചത് മുസ്ലിം വോട്ടുകൾ കിട്ടാനായി ഇടതുപക്ഷം വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തുന്നു എന്നുള്ളതാണ്. അത് സത്യമാണ് എന്ന് മിക്കവാറും ഈ ഒരു അറ്റംപ്റ്റ് ആയി പോയത്. പക്ഷെ ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ സത്യമായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. കാര്യം മുസ്ലിം വോട്ടുകൾ ഒരിക്കൽ പോലും മറയാത്ത രീതിയിലേക്ക്, കോൺഗ്രസിന് മറയാത്ത രീതിയിലേക്ക് ഇടതുപക്ഷത്തിന് വേണ്ടി സ്വരൂപിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രാത്രി കാലങ്ങളിൽ സരിൻ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാര്യം സരിൻ ഇപ്പോഴും പറയാം, സരിൻ ഒരു ഡോക്ടറിന്റെ ഒരു സ്റ്റെലസ്കോപ്പ് ചിഹ്നം വെച്ച് ഇത്രയേറെ വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ അത്യാവശ്യം ഇടതുപക്ഷത്തിന്റെ വോട്ട് ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോഴും സരിൻ 3ാം സ്ഥാനത്താണ്. പക്ഷെ എങ്കിലും 2ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പരാജയം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സരിന് അത്രത്തോളം ഒരു സ്റ്റെലസ്കോപ്പ് വെച്ച്, അതായത് പാർട്ടി ചിഹ്നം പോലും ഇല്ലാതെ CPMന്റെ ഭാഗത്തുനിന്നൊന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയൊക്കെ അവലംബിക്കുക, സാമുദായികമായി പിന്നെ ഉള്ള സംഘടനകളുടെ പത്രങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു പരസ്യം കൊടുക്കുന്ന നിലവാരത്തിലേക്ക് CPM എന്തിനു പോയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ജയം അനിവാര്യമാണ്, മത്സരിക്കുമ്പോൾ ജയം അനിവാര്യമാണ്, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യുക. പക്ഷെ എന്തും ചെയ്യുക എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇത്തരത്തിൽ ആളുകളെ പിന്നെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും
കേരളത്തിലെ ജനങ്ങൾ അല്ല, സ്വീകരിക്കില്ല. ഞാൻ പറയുന്നത് അവരുടെ ലക്ഷ്യം ജയം മാത്രമാണ്. പലപ്പോഴും അത് ചെയ്തിരിക്കാം, ചെയ്യാതിരിക്കാം എന്നൊക്കെ അതൊക്കെ അവരുടെ പാർട്ടി തീരുമാനിക്കുന്നതാണ്. പക്ഷെ നമുക്ക് എടുത്തു പറയാം, ജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതോടനുബന്ധിച്ച് ഷാഫി പറമ്പിൽ ഒരു വലിയ രീതിയിലേക്കുള്ള കാര്യം കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതെ. എല്ലാവരെയും ഒരുമിച്ച് പിടിച്ച്, ഞാൻ പറയുന്നത് സന്ദീപ് വാര്യർ അടക്കം, താങ്കൾ പറഞ്ഞ പോലെ സന്ദീപ് വാര്യർ വന്ന സമയത്ത് തന്നെ സന്ദീപ് വാര്യർ ആ പഴയ സ്വഭാവം തന്നെയാണോ അതോ കോൺഗ്രസിന്റെ അതിന് ശരിക്കും ഈ പാണക്കാട്ടെ കുടുംബമൊക്കെ ശരിക്കും ചേർത്ത് പിടിക്കുന്ന, ഞങ്ങളുടെ കൂടെയുണ്ട് സന്ദീപ് വാര്യർ, നമ്മളേതായിട്ട് കാണേണ്ട ഒരു വ്യക്തിയാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മുനവറയിൽ തങ്ങളടക്കം മറ്റുള്ള തങ്ങന്മാരടക്കം എല്ലാവരും ഒരുമിച്ച് പിടിച്ച്, അതുപോലെ തന്നെ പല പ്രകടനങ്ങളിലും ശരിക്കും എന്ത് ചെയ്തു, മുന്നിലേക്ക് നിന്നു. ആ രീതിയിലേക്കൊക്കെ ശരിക്കും നമ്മൾ പറയേണ്ടതുണ്ട്. ആലോചിക്കേണ്ടത്, ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ MP-മാരെ വിലയ്ക്ക് വാങ്ങി ഭരണകൂടങ്ങളെ പോലും പിടിച്ചെടുക്കുന്ന രീതിയിൽ BJP നടത്തുന്ന ഒരു കുതിരകയറ്റവും, ആ കുതിരകയറ്റത്തെ ചെറുക്കാൻ ഇത്തരത്തിലുള്ള അതേസമയം വലിയ പ്രചാരണവും ഇവിടെയുള്ള പല നേതാക്കളും, കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെ ഒക്കെ നേതാക്കളെല്ലാം BJP പോകുന്നു എന്ന് പറഞ്ഞിട്ട് വമ്പിച്ച പ്രചാരണവും അവർ നടത്തുന്നുണ്ട്. ദേശീയ തലത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന സംസ്ഥാന വക്താവ് BJP-യുടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നു എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വാർത്തയാണ്. അപ്പൊ ആ തരത്തിൽ ഒരു വാർത്ത വരുമ്പോൾ ഇടതുപക്ഷം അതിനെ ഇത്തരത്തിൽ ആ പത്രത്തിൽ നമ്മൾ അറ്റയ്ക്കും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്തോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഈ എന്താ പറയാ, സന്ദീപ് വാര്യരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ സാമുദായികമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ നേതൃത്വം നൽകുന്ന പത്രത്തിൽ പരസ്യം നൽകുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള ആളുകൾക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നമ്മൾ എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കും. പക്ഷെ ഇത് കുറെ കടന്നുപോയി. പക്ഷെ അവിടെയും മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ പ്രധാനപ്പെട്ട സമുദായം എന്ന് പറയുന്നത് സുന്നികളാണല്ലോ. അത് രണ്ട് വിഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും ആ വിഭാഗത്തിനിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ, സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ, അവരുടെ പിന്തുണയിൽ കുറവ് വരുത്താൻ, രാഹുലിന് വോട്ട് പോകാതിരിക്കാനുള്ള ശ്രമമാണല്ലോ അതിന്റെ പിന്നിൽ. അതിനെ തടഞ്ഞതിൽ പാണക്കാട്ട് തങ്ങൾക്ക്, സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ഒരു റോള്. അത് കൂടാതെ മുനമ്പം ഇഷ്യൂ നടക്കുന്ന സമയത്ത് അത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് മുനമ്പത്ത് ചെന്ന് അവിടുത്തെ സഭാ മേലധ്യക്ഷന്മാരെ കണ്ട് ആ വിഷയത്തിൽ ഒരു കനൽ പടരാതിരിക്കുന്നതിന് വേണ്ടി, അഗ്നി പടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുകയും ചെയ്തു. അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ടുണ്ട്, കോടതിയിലേക്ക് പോകുക, അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ UDF-ന് ദോഷകരമായേക്കാവുന്ന തരത്തിലുള്ള ഒരു വിഷയമായി വളരുന്ന സംഗതിയായിരുന്നു ഈ പറയുന്ന മുനമ്പ് വിഷയം. പക്ഷെ അവിടെയും അദ്ദേഹത്തിന്റെ സമർത്ഥമായ പക്വമായ ഇടപെടൽ സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും കാണാതിരുന്നുകൂടാ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്ത ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു വരുന്നത്. അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായി UDF-ലെ പ്രധാന ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലൊരു വിജയം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നൽകുന്നതിന് പര്യാപ്തമായിട്ടുണ്ട്, സഹായകമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേ വിലയിരുത്തൽ തന്നെയാണ് എന്റെയും. അപ്പോ നന്ദി, നമസ്കാരം.